ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അബീസ്, അപ്പോൾ നമ്മൾ എവിടെ ഉള്ളത് ഇപ്പോൾ? സ്ഥലപ്പേര് പറയാം. ആര്? എന്തൊക്കെ ഒരു സ്ഥലപ്പേര്? അരസിക്കര കടൂര് അതിൻ്റെ ഇടയിൽ അല്ലേ? അപ്പം മംഗലാപുരം ബാംഗ്ലൂർ റോഡ്. ഇത് മംഗലാപുരം ഇങ്ങോട്ട് പോയാൽ ബാംഗ്ലൂർ. അതിൻ്റെ ഇടയിൽ അരസിക്കര കടൂരിൻ്റെ ഇടയിൽ നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താ ലോഡ്? സുണ്ടി ലോഡ്. ഇഞ്ചി വിത്തിനുള്ള ഇഞ്ചാണ്, കൃഷിക്കുള്ള ഇഞ്ചാണ്. അപ്പോൾ ചാക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാ പോകണ്ടോ? യു പി അല്ല, എം പി ഛത്രാപൂർ. ഇതൊക്കെ പേച്ചാണല്ലോ പറയണ്ടേ? പറയാ. അപ്പോൾ ലോഡിങ്ങേർ ഇങ്ങനെ ചാക്ക് നടക്കണ പണി നടന്നു. നല്ല ഒഴിഞ്ഞ പ്രദേശം, ഒരു ശല്യമില്ല. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേ റോഡ്. ചായപ്പൊടി പടച്ചതാ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് റിവേഴ്സ് വെച്ചെടുക്കാം. അതാണ് മഞ്ഞ ഷർട്ട് ഇട്ടതാണ് നമ്മളെ ഇവിടുത്തെ പാർട്ടി. കൊണ്ട് തിരിച്ച് റിവേഴ്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബസ് വരുന്നുണ്ട്, മുട്ടും പാട്ടൊക്കെ കേൾക്കാണ്ട്. ടൂറിസ്റ്റ് ബസ്സുകാർ കിടന്നാണ്. വാ വാ വാ. വാ വാ. ആ മതി, മണ്ണ് കറക്കണ്ട. ആ മതി പോരാ. പോട്ടെ നേരെ ലൈൻ നോക്കി അങ്ങനെ പോട്ടെ. റൈറ്റ് വാ. ഒന്നും കൂടി ചേർത്തോ. മതി വാ. വാ വാ. വാ വാ നേരെ പറ. വാ വാ വാ. ആ മതി, അവിടെ നിൽക്കട്ടെ. അവിടെ നിന്നോട്ടെ. കാലാവസ്ഥയൊക്കെ പ്രശ്നമാവുന്നുണ്ട്, മഴക്കാറൊക്കെ വരുന്നുണ്ട്. മുളപ്പിക്കാള മുള ഇഞ്ചി. എവിടെ അതാ മുള ഫുള്ള് മുള ഇഞ്ചിയാണ്. ഇത് സാധാരണ നമ്മൾ കൊണ്ടുപോകണ പോലെയല്ല, മുളപ്പിച്ചാൻ കൃഷി നടത്താനുള്ള, കൃഷിക്ക് വിത്തിനുള്ള കൊണ്ടുപോകണത്. ഒക്കെ മുള നേരെ കൊണ്ട് പാകി കഴിഞ്ഞാൽ മുളച്ച് കൃഷിയാവും. എല്ലാം വിത്താണ്. മള അഭിസ ആ കാർഡ് കൊടുക്കാനുള്ളതാണ്. ഈ കാർഡ് ലാൻഡ് ഫോർ റെന്റ് കുറ്റിക്കാട് കൊടുക്കാം. വാടകക്ക് റെന്റ്. കൃഷി പിന്നെ കർണാടകയിലേക്ക് മെയിനായിട്ട് കൃഷി ഉള്ളത്.
ഇതിന്ന് കുറച്ചെടുത്താണ് നട. എന്നാൽ രണ്ടിൻ്റെ എടുത്തിട്ട് ലോറി പണി എടുത്തു. അണ്ണാ അത് 60 kg അല്ല ചാക്ക് വരണേ. ഇത് മുളഞ്ചിയാ മുളഞ്ചി മുള. ആ ഇത് അവിടെ വെത്തിനുള്ളതാ അല്ലല്ലോ? വെത്തിനുള്ളതാ. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ ലോഡ് ഇന്നലെ ഫുള്ളായില്ല കേട്ടോ. നമ്മൾ ഇന്നലെയാണ് ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് വന്നത്. നമുക്ക് 400 ചാക്കാണുള്ളത്. അപ്പോൾ ഇതാ ഇന്ന് ഇഞ്ചി വന്നിങ്ങനെ തട്ടുണ്ട്. ഇനി ചാക്കാക്കിയിട്ട് വേണം. വേന്നിറക്കി. അപ്പോൾ ഇന്നലെ ആയ ചാക്ക് നമ്മൾ ലോഡ് ആക്കി. രാത്രി 12-1 മണി വരെ ലോഡിങ് തന്നെ ആയിരുന്നു. കൊടുന്ന സാധനമൊക്കെ നിറച്ച് ചാക്കാക്കി. വണ്ടി കുറച്ച് മുന്നേക്ക് പോട്ടെ. ചെവി കേട്ടിട്ടാ വണ്ടി ലോഡ് നിറച്ചിട്ട് വേണ്ട, ചാക്കൊക്കെ നിറച്ചിട്ട് വേണ്ട. ഒരിക്കൽ വണ്ടിത്തെ കാലിച്ചാക്കേ അങ്ങോട്ട് ഏറ്റി കൊണ്ടുപോകേണ്ട കരുതിയിട്ടാണ്. വണ്ടി നിറക്കാനുള്ള കാലിച്ചാക്കുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് ഏറ്റി കൊണ്ടുപോകേണ്ട കരുതിയിട്ട് ഞാൻ നേരെ മുന്നൊക്കെ ഈ ബോർഡിൻ്റെ അപ്പുറത്ത് വെച്ചാൽ മതി. അപ്പുറത്തെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ 400 ചാക്കാണ് ഇപ്പം നമുക്ക് ഉണ്ടാവുകയെന്ന് പറഞ്ഞത്. ഒരു 270 ചാക്ക് ഒക്കെ നമുക്ക് ആയിട്ടുണ്ട്. ഇന്നത് 200 ബാക്കി 130 ചാക്ക് ഇനി കയറ്റണം. ഇപ്പം ഇന്നലെയൊക്കെ ഇവിടെയാണ് തട്ടിക്കുന്നത്. ഇന്നത് അവിടെ കൊണ്ടേ തട്ടിയിരിക്കുന്നത്. ഇഞ്ചിൻ്റെ പൊട്ടും പൊടിയൊക്കെ കിടക്കുന്നതാണ്. അവൾക്ക് പോണോ? थोड़ा आगे उधर साइड में लगाओ. എല്ലാവരുടെ കൈക്കൂലുണ്ട് കാലിച്ചാക്ക്. അതൊക്കെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ഞങ്ങൾ ഇഞ്ചിക്ക്. അപ്പോൾ വിരിച്ച് കിടക്കാൻ കൊണ്ടുപോയതാണ്. എമർജൻസി കാൾ ബോക്സാണ് എന്താ സംഗതി. സാധാരണ റോട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ എമർജൻസി കാൾ ബോക്സ്. +2 കാൾ. വാ മാറ്റി വാ, റൈറ്റ് ആക്കി വാ, ഒന്നുകൂടി വാ, ഒന്നുകൂടി അങ്ങോട്ട് ആക്കണം. വണ്ടിക്ക് ചെറിയ തൂക്കണ്ട്. വണ്ടി ലാലേട്ടൻ നിൽക്കണ വരെ നിൽക്കണേ. ഒന്നുകൂടി ലെഫ്റ്റ് ആക്കണം. അവിടെ നിൽക്കട്ടെ. മറ്റേത് കൂടുതൽ സൈഡാക്കിയാൽ ഇവിടെ ഇടിഞ്ഞാടും. അല്ലെങ്കിൽ കടങ്ങ് കുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചാടും. അപ്പോൾ അതാ ലോഡിങ് നടന്നുകൊണ്ടിരിക്കണം. ഇന്നും വൈകുന്നേരം ആയിട്ടാണ്. നേരെ സമയം എത്ര മണി ആയതാണ്? 6:30 മണി. ഇരുട്ടായി. ചാക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഫുള്ളായി കെട്ടി ബായിട്ട് നമുക്കിവിടെ നിന്ന് യാത്ര തുടങ്ങി. അപ്പോൾ അതാ ലോഡൊക്കെ ഫുള്ള് കയറ്റി കഴിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പോൾ പമ്പിൽ ഡീസൽ അടിക്കുകയാണ്.
ഡീസലിൻ്റെ കുറച്ച് തൊട്ട് മുമ്പിലായിട്ട് അവിടെ അപ്പുറത്ത് സൈഡിൽ നിന്നാണ് നമ്മൾ ലോഡ് കയറ്റിയത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഡീസലൊന്നും ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ യാത്ര തുടരാൻ കരുതി. ഇനി ബാക്കി കർണാടക ബോർഡറിൽ പോയിട്ട് അടിക്കണം. ഇവിടെ ഡീസലിന് 92.21. പത്രം അപ്പോൾ അവസാനം അപ്പുറത്ത് വേറെ വണ്ടി വന്നപ്പോൾ കുടിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അപ്പോൾ ഡീസലടിക്ക് കഴിഞ്ഞു. അതേപോലെ പമ്പ്. ഇനി ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ സ്പെഷ്യൽ ഇപ്പം എന്താ നമ്മൾ ഉണ്ടാക്കിയത് പീസ? മമ്പയർ. അതെ, മമ്പയർ ഉണക്കമീൻ. മമ്പയറാണ്. ഇനി ഉണക്കമീൻ പൊരിച്ചതും അതുമുണ്ട്, ചോറും. അപ്പോൾ അത് കഴിച്ചിട്ട് അങ്ങനെ യാത്ര തുടരും. ബാക്കിയൊക്കെ നമ്മുടെ വഴിയെ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മുടെ യാത്ര നമ്മൾ ആന്ധ്ര ബോർഡറിലുള്ള പമ്പിലെത്തിയിരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഡീസൽ അടിച്ചതാണ്. 52 ലിറ്റർ ഡീസൽ, 91.82. നമ്മൾ ലോഡ് കയറ്റി അവിടെ നിന്ന് ഫുള്ളാക്കി പോന്നിട്ട് നമുക്ക് 182 കിലോമീറ്ററാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ 182 കിലോമീറ്ററിന് 52 ലിറ്റർ ഡീസൽ വരുമ്പോൾ 3.5 ഉണ്ടാവും മൈലേജ്. ഹൈറ്റ് ലോഡാകുമ്പോൾ വണ്ടി അങ്ങനെ ഫ്രീ ആയിട്ട് പോകും. അതായത് ഇങ്ങനത്തെ ലോഡൊക്കെ ഫ്രീ ആയിട്ട് വണ്ടി പോകും. അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ മൈലേജൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ 3 കിട്ടും. അരി അങ്ങനത്തെ പഞ്ചസാര ലോഡൊക്കെ ആണെങ്കിൽ വണ്ടിക്ക് പോകാനൊരു മടിയാണ്. അപ്പം ഇനി നേരെ നമ്മൾ പുറപ്പെടാം. നേരം സമയം 3 മണി കേട്ടോ. രാവിലെ എവിടെന്നെങ്കിലും ഒന്ന് കുളിക്കണം, ഡ്രസ്സ് മാറണം. വിളിച്ച് പോവാ. ഇപ്പോൾ ചങ്ങന്മാരെ നമ്മളിതാ ഹൈദരാബാദ് എത്താറായിട്ടോ. സമയം 1:30 മണിയായിട്ടുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ചൂടും കാരണങ്ങളൊക്കെ ആയിട്ട് നനൽ കിട്ടുമ്പോൾ അങ്ങനെ സൈഡാക്കിയതാണ്. പിന്നെ മരം കിട്ടി. വേറെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടികളൊക്കെ പോയി. മുമ്പിലൊക്കെ വണ്ടികളാണ്. കഴിയൂല. റോഡും പ്രകൃതിയും ചൂടും ആകെ ചൂട് കാറ്റാണ്. അങ്ങനെ കയറൊക്കെ ലൂസായിരുന്നു. ഇവിടെ വന്ന് നിർത്തിക്കാണ്ട് കയറൊക്കെ ഒന്ന് അയച്ച് മാറ്റി കെട്ടി. അങ്ങനത്തെ ലോഡൊക്കെ ആകുമ്പോൾ കയർ ലൂസാവും പെട്ടെന്ന്. ഈ കയറൊക്കെ പറഞ്ഞാൽ വലിച്ചാൽ ടൈറ്റ് ആവാത്തൊരു കയറാണ്. അപ്പോൾ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം. കുറച്ച് വെള്ളം കലക്കി കൊടുക്കട്ടെ. ആ പീസ് വെള്ളം കലക്കണം. ഓ, അപ്പോൾ അതാ കുറച്ച് സർബത്ത് കലക്കി കുടിക്കാൻ കരുതി. പായ് കട്ടിയ ക്ഷീണത്തിൽ. നമ്മൾ മറ്റേ കുപ്പി കഴിഞ്ഞ് രണ്ടാമത്തെ കുപ്പിയാണ് അല്ലേ? ആദ്യത്തെ കുപ്പിയിൽ ഞങ്ങൾ വെളിച്ചെണ്ണ പറഞ്ഞു. നമ്മളെ പിസ രണ്ടാമത്തെ കുപ്പി വാങ്ങിയപ്പോൾ കേട്ടോ. നമ്മൾ വന്നപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ നെല്ലറ നന്നാരി സൂപ്പർ. നന്നാരി സൂപ്പറല്ല, നന്നാരി സിറപ്പ് അങ്ങനെയൊക്കെ വരുള്ളൂ. ഇപ്പോൾ ജീവൻ പകുതി പോയി കിടക്കുകയാണ്. ഞാൻ തിരിച്ചു പിടിക്കട്ടെ. മുതലാളിമാരൊക്കെ വണ്ടിയിലേ വെക്കണം. അല്ലേ അവസ്ഥ. പായ് കെട്ടിയതാണ്. പായ് ഇഞ്ചിയിലോട് ഉള്ളിലോട് ഇതൊക്കെ കെട്ടിക്കാണ്ട് പോകുന്ന ഒരു 100 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെണ്ണയും കഴിച്ച് കെട്ടണം. അവർക്ക് കേട്ടാൻ കൊടുക്കണ കൂലൊക്കെ വെറുതെ. ഷെയ്ക്കിങ് നല്ല ഷെയ്ക്കിങ് ആയിരുന്നു കേട്ടോ. ആ കുലുക്കി സർബത്ത് കുലുങ്ങിയില്ലേ? ശരിക്ക് കലങ്ങിയില്ല. ഗ്ലാസ് ഇടണം. അപ്പോൾ ഇതാ നമ്മുടെ ഭക്ഷണ പരിപാടി സ്റ്റാർട്ടായി. കൂട്ടാനെന്താ? കൂട്ടാനൊക്കെ ആവുമ്പോൾ പറയും. ആവുമ്പോൾ തിന്നോണ്ട് ഇന്ത്യ. അതാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ തിന്നാം. കുളിച്ചിട്ടില്ല. ഈ പായ് കെട്ടണം കരുതിക്കാണ്ട് പോകുന്നോണ്ട് കുളി നടന്നിട്ടില്ല. ഈ പായിൻ്റെ പണി കഴിഞ്ഞു. ഇനി കുളിക്കാമല്ലോ അല്ലേ ഓഫീസ്? ഇനി കുളിച്ചൂടെ? നമുക്ക് ഏതായാലും ദാവിയിൽ ടാങ്ക് ഉണ്ടാവും. അവിടെ നിന്ന് കുളിക്കാം. ഡ്രസ്സ് മാറ്റാം.
തിരുമ്പണ ദാവീനാകുമ്പോ തിരുമ്പണ കാര്യം മുഷ്കില. ആകെ കാണാനൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖം. അപ്പോൾ ഞങ്ങൾ കുളിക്കാനൊരു ഇടം തപ്പി ഇതാ ഇപ്പോൾ ഒരു ദാബിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സമയം 9 മണിയായി. ഇവിടെ ടാങ്ക് ഉണ്ട്, നല്ല ഫുള്ള് വെള്ളം. ദാബയാണ്. അപ്പോൾ ഇവിടുന്ന് കുളിച്ച അതോ ഗ്ലാസ്സൊക്കെ വെള്ളം പറഞ്ഞ് കഴിക്കാതെ പൊടി പാറി വണ്ടി വരുന്നുണ്ട്. ഓ നല്ല പാറിച്ചങ്ങായി. ഞാൻ ആ ഗ്ലാസ്സൊക്കെ കഴുകിയതാണ് പൊടി വാരി അരപ്പായിട്ട്. അപ്പോൾ കുളിക്കുക, ഡ്രസ്സ് മാറുക, പോവുക, ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കാൻ പോവാം. സിമെൻ്റ് ഉണ്ടാക്കാനായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, വെള്ളം അറിഞ്ഞ് നിൽക്കണം. അപ്പോൾ അതാ നമ്മളെ കൂലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുന്ദര കുട്ടപ്പന്മാരായിട്ടോ. ഞങ്ങളെ ജീവനന്ന് റിട്ടെടുത്ത് ഞങ്ങൾ ഉച്ചക്കൊക്കെ നഷ്ടപ്പെട്ട ജീവന് വെള്ളം കുടിച്ചിട്ടേ വെള്ളം വറ്റി പോവുക, ചോരി നീരൊക്കെ വറ്റുകയാണ്. അപ്പോൾ ഏതായാലും ദാബിന്ന് കുളിച്ചല്ലേ, അവരെന്ന് ലേശം ബീഫും റൊട്ടിയും വാങ്ങി. ഞങ്ങൾ ചോറ് ഇത് ഞങ്ങളെ കൂട്ടാണ്, ചോറ് റോസ്റ്റ്. ഇതൊക്കെ 2 മുട്ട റോസ്റ്റ് ചെയ്ത് ബീഫ് ഇതിക്ക് മിക്സ് ആക്കണോ? ഇതൊക്കെ കിട്ടുന്ന ഉള്ളിയല്ലേ. അപ്പോൾ പുതിയ വെറൈറ്റി ഐറ്റംസ് ആയിക്കോട്ടെ. എന്നാൽ ബീഫ് ഇട്ടത് കുറേ നേരെ ഉള്ളിക്കട്ടി കുത്തുന്നത്. ആ എന്നിട്ട് ഞാൻ പറഞ്ഞെടുത്ത് വെച്ചാറ് ഇങ്ങോട്ട് ഞങ്ങോട്ട് ശരിയാ മടി കൂടെ പോകണ്ടത് പറിച്ചോനെ ഇങ്ങോട്ട്. ആ ശരിയാണ്, ഓൻ ചിറ്റ് തരുതിക്കടെ ഞങ്ങളൊന്ന് പൊടിക്കല്ലേ. അതിനൊക്കെ രണ്ടും ഒരേ പോലെ, വ്യത്യാസം അറിയില്ലല്ലേ, രണ്ടും ഒരേ കളറായതുകൊണ്ട്. ഇപ്പോൾ 2 ഡ്യൂവും വാങ്ങി. ഒരു തണുപ്പിന് ഉപ്പിട്ടോ, ഉള്ളിൽ ഉപ്പിട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചിങ്ങനെ പുറപ്പെടട്ടെ. ആരാണ്ട് മിക്സ് ചെയ്യാം. മിക്സ്ചർ, ഇതാണ് മിക്സ്ചർ. അതവിടെ വെക്ക്, അതിലേക്ക് എടുത്ത് ഒഴിവാക്കാം. എന്നാ ശരി, അപ്പോൾ കഴിക്കാം.